ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോൾ ECGCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവർ പ്രൊബേഷണറി ഓഫീസറിനെ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. വായോ. ECGC ലിമിറ്റഡ് റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ് എന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ECGC എന്ന് നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അവർ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്, ഹോളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് നമ്മൾ ആസ് എൻ ആസ്പിറന്റ് നമ്മൾ നോക്കുന്നത് എത്ര രൂപ സാലറി കിട്ടും, എന്തൊക്കെ അലവൻസ് ഉണ്ട്, എങ്ങനെയാണ് എക്സാമിനേഷൻ, ഇതൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് ജേർണലിസ്റ്റും സ്പെഷ്യലിസ്റ്റും കാറ്റഗറിയിലേക്കാണ് അവർ ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസേഴ്സിനെ നോക്കുന്നതെന്നും അവരുടെ സാലറി 80,635 മുതൽ സ്റ്റാർട്ടിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അലവൻസുകളാണ്. നോക്കിയേ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ഹൗസ് ലീസ് റീഇംബേഴ്സ്മെന്റ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, മീൽ കൂപ്പൺസ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് മൊബൈൽ ബിൽസ്, മൊബൈൽ ഹാൻഡ്സെറ്റ് ആൻഡ് ബ്രീഫ് കേസ് അലവൻസ്, ഫർണിച്ചർ അലവൻസ്, ഹൗസ് ഹോൾഡ് ഹെൽപ്പ് അലവൻസ്. അതായത് നിങ്ങൾ വീട്ടിലൊരു വേലക്കാരിയെ വെച്ചാൽ പോലും, അതായത് ഹൗസ് മെയ്ഡിനെ വെച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ അലവൻസ് ആയിട്ട് അവർ തരുന്നുണ്ട്. ഇത്രയും അലവൻസ് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് സച്ച് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും അലവൻസ് ഒക്കെ ഉള്ള ഒരു നല്ല സാലറി ഉള്ള ഒരു ജോലി അല്ലെ, അത് എല്ലാ ആസ്പിറൻസിന്റെ ഒരു സ്വപ്നമാണ്. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയാലോ. ഇനി നോക്കാം നമുക്ക് ഡേറ്റുകളുടെ കാര്യം. നമുക്ക് ഓൾറെഡി അറിയാം നവംബർ 10 ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. 11 മുതൽ നവംബർ 11 മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബർ 2 വരെ നിങ്ങൾക്ക് ഫീസ് കംപ്ലീറ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം അവർ തന്നിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഡിസംബർ 6-നും 7-നും ആ 2 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യോ ഫീ പേയ്മെന്റ് ചെയ്യോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർ ടൈം തരുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് അത് SC ST OBC നോൺ ക്രീമി ലെയറിലെ കാൻഡിഡേറ്റ്സിനും PWBD കാൻഡിഡേറ്റ്സിനും വേണ്ടി അവർ ഒരുക്കുന്നുണ്ട്. അതിന്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് 15 ഡിസംബർ 15 കിട്ടും. ആൻഡ് ഡിസംബർ 15 മുതലായിരിക്കും ആ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങും നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശരിക്കും എക്സാമിനേഷന്റെ കോൾ ലെറ്റർ എന്ന് വരും നോക്കാം. ഫസ്റ്റ് വീക്ക് ഓഫ് ജാനുവരി 2026 ആണ്. നിങ്ങൾക്ക് 2025 കണക്ക് നോക്കി 2026 ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങൾക്ക് കോൾ ലെറ്റർ പ്രതീക്ഷിക്കാം. ആൻഡ് പരീക്ഷ 11/1/2026 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും. അതായത് ജനുവരി 11 2026 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണിക്കിടയിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ. ആൻഡ് റിസൾട്ട് എന്ന് ഡിക്ലെയർ ചെയ്യുന്നവരെ അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജനുവരി 31 തന്നെ അല്ലെങ്കിൽ 31 തൊട്ട് അതിനുശേഷം അത് മുതൽ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഒരു 1 വീക്കിനിടയിൽ തന്നെ 31 അതിന് അടുത്ത വരുന്ന ഒരാഴ്ചക്കിടയിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ആയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഇന്റർവ്യൂ ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിരിക്കും. ഓക്കെ. അപ്പം വളരെ കൃത്യമായിട്ട് പരീക്ഷ എന്നാണ്, റിസൾട്ട് എന്നാണ്, ഇന്റർവ്യൂ എന്നാണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഈ ഡേറ്റിൽ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി വേക്കൻസീസ് നോക്കാം. 30 വേക്കൻസീസ് ആണ് വരുന്നത്. 28 ജേർണലിസ്റ്റും 2 സ്പെഷ്യലിസ്റ്റും. ഓക്കെ. സോ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ നല്ലോണം നമുക്ക് വേക്കൻസീസിനൊന്ന് എടുത്തു നോക്കാം. ബാക്ക്ലോഗ് വേക്കൻസീസ് ഇല്ല. വേക്കൻസീസ് അറൈസിംഗ് അപ് ടു 31/3/2026 which may vary as per requirement. ചിലപ്പം ഇതിന് കൂടാനും ചാൻസ് ഉണ്ട്, കുറയുന്നതിനേക്കാളും കൂടാൻ ചാൻസുകൾ കാണുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ചിലപ്പം വേക്കൻസി കൂടി വരാം. SCക്ക് 5, OBC 10, EW 3, അൺറിസർവ്ഡ് 12, ടോട്ടൽ 30 വേക്കൻസീസ് ആണ്. ടോട്ടൽ 5 വേക്കൻസി SCക്ക്, 10 വേക്കൻസി OBC, 3 വേക്കൻസി EW ആൻഡ് 12 വേക്കൻസി അൺറിസർവ്ഡിന് ചേർത്ത് 30 വേക്കൻസീസ് ആണ് നമുക്ക് ഇത്തവണ ECGCയിൽ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇത്രയും അലവൻസുകളും നല്ലൊരു സാലറി പാക്കേജിൽ ഈ 30 വേക്കൻസിക്ക് വേണ്ടി ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടെ കമ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ദെൻ ഏജ് നോക്കുകയാണെങ്കിൽ മിനിമം 21 ഇയേഴ്സ്, മാക്സിമം 30 എന്ന് പറയുന്നുണ്ട്. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബി ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/11/1995 മുന്നേ ജനിച്ചവരോ അല്ലെങ്കിൽ 1/11/2004 ശേഷം ജനിച്ചവരോ ആവാൻ പാടില്ല. 21-30 വയസ്സിന് മധ്യപ്രായമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പൊ SC ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷം, PWBD ആണെങ്കിൽ 10 വർഷം, ആൻഡ് എക്സ് സർവീസ് ആണെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് പറയുന്നത്. പ്രൊബേഷണറി ഓഫീസർ ജനറലിസ്റ്റ് ആണെങ്കിൽ എനി ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി ആർ ഗ്രാജുവേറ്റ് എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിനിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പ്രൊബേഷണറി ഓഫീസർ സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ രാജഭാഷ അഥവാ ഹിന്ദി, അതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് അറിയണം എന്നുണ്ട്.
അതാകെ 2 പോസ്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ രാജഭാഷ ഹിന്ദി അത്യാവശ്യം അറിയുന്ന, ഹിന്ദിയിൽ MA ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് കോർ ഓർ എലക്ടീവ്. ഇപ്പൊ നിങ്ങൾ BA ഇംഗ്ലീഷ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ MA ഇംഗ്ലീഷ്, സോറി BA അല്ല, MA ഇംഗ്ലീഷ് ആണ് പഠിച്ചത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ട് ഹിന്ദി ഉണ്ട്, അല്ലെങ്കിൽ കോർ അല്ലെങ്കിൽ എലക്ടീവ് ആയിട്ട് ഹിന്ദി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതൊരു ഡിഗ്രിയിൽ നിങ്ങൾ എന്താ പറയുക ബാച്ചിലേഴ്സ് എടുത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് നിങ്ങളുടെ കോർ അല്ലെങ്കിൽ എലക്ടീവ് സബ്ജക്ട്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രൊബേഷണറി ഓഫീസറിന്. ജനറലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റീസണിങ് എബിലിറ്റി 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 40 മിനിറ്റ്. കണ്ടോ സമയം, ഡ്യൂറേഷൻ 40 മിനിറ്റ്, 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻ ഉണ്ട് റീസണിങ് എബിലിറ്റിക്ക്. അതിനുശേഷം ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 30 മിനിറ്റ്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം. 20 മാർക്കിനാണ് ചോദിക്കുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 10 മിനിറ്റ് ആണ് സമയം നിങ്ങൾക്ക് തന്നേക്കുന്നത്. ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 40 മാർക്കാണ്, 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 മാർക്കാണ്, 40 മിനിറ്റ്. ടോട്ടൽ 200 ചോദ്യം, 200 മാർക്ക്, 140 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ, അത് ഞാൻ ഇത്രയും നേരം ജനറലിസ്റ്റിന്റെ ആണ് പറഞ്ഞത്, സ്പെഷ്യലിസ്റ്റിന്റെ ആണെങ്കിൽ റീസണിങ് എബിലിറ്റി 40, 40, 30. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40, 40, 20. ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം നമ്മൾ നേരത്തെ കണ്ടപോലെ 30, 40 അങ്ങനെ വരുന്നുണ്ട്. ആൻഡ് പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 40 മിനിറ്റ്, 140 മിനിറ്റ് ഉണ്ടാവും. 200 ക്വസ്റ്റ്യൻ, 200 മാർക്കിനാണ്. സ്പെഷ്യലിസ്റ്റ് അത് 2 പോസ്റ്റേ ഉള്ളൂ. അതിൽ മെയിൻലി രാജഭാഷ ഹിന്ദി അറിയണം എന്നതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സ്പെഷ്യലിസ്റ്റിന്റെ സിലബസ്. മുകളിലുള്ളത് ജനറലിസ്റ്റിന്റെ സിലബസ് ആണ്. വളരെ സിമ്പിൾ. ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. ജനറലിസ്റ്റിനാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ essay റൈറ്റിംഗും പ്രസ്സി റൈറ്റിംഗും വരും. 2 ക്വസ്റ്റ്യൻ ഈ ഓരോന്നിലും 2 ക്വസ്റ്റ്യൻ വെച്ചുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഒരെണ്ണം എഴുതിയാൽ മതി. 20 മാർക്കാണ് രണ്ടിനും. ഒന്നിന് 20 മാർക്ക്, ഒന്നിന് 20 മാർക്ക്. ടോട്ടൽ 40 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ രാജഭാഷയ്ക്കും ഉണ്ടാവും, അത് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് ഉണ്ടാവും. അത് ഒരെണ്ണം essay റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജും ട്രാൻസ്ലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിലും നമുക്ക് essayയിലും 2 ക്വസ്റ്റ്യൻ കിട്ടും, ട്രാൻസ്ലേഷനിലും 2 ക്വസ്റ്റ്യൻ കിട്ടും. അതിൽ ഓരോന്ന് വെച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 20 മാർക്ക് വെച്ച് 40 മിനിറ്റിനാണ്. ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുന്നത്. അത്യാവശ്യം എളുപ്പമുള്ള ഒരു എക്സാം സിലബസ് ആണ് കിട്ടിയിരിക്കുന്നത്. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാവും, ഓവറോൾ കട്ട് ഓഫ് ഫോർ ദി ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. മാർക്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വിൽ ബി റിക്കൺ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് അവർ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ മാർക്കും നോക്കുമെന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങളൊരു ബാങ്ക് എക്സാം ആസ്പിറന്റ് ആണ്, നിങ്ങൾ അത്യാവശ്യം റീസണിങ്ങും ക്വാണ്ടും ഒക്കെ നോക്കുന്നുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയും നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ് ടു ക്രാക്ക് ദി എക്സാം. കാരണം ഇത്രയും അലവൻസ് ഉള്ള, ഇത്രയും നല്ല സാലറി ഉള്ള 30 വേക്കൻസിയല്ലേ ഉള്ളൂ. അറ്റൻഡ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് 30 വേക്കൻസി ഉണ്ട് എന്ന് ആലോചിക്കുക. ഇത്രയും അലവൻസും നല്ലൊരു സാലറി പാക്കേജും ഉള്ളൊരു ജോലി, അതും ഒരു ഗവൺമെന്റ് ജോലി, അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എഴുതിയാൽ കിട്ടാൻ വളരെയധികം ചാൻസ്. കാരണം ബാങ്കിങ് ആസ്പിറൻസ് ആണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണുന്നവരെ ബൈ.